ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി തേങ്ങ അരച്ച് വെച്ച വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യങ്ങർ ജനറേഷനാണ് കേട്ടോ. ഈ തേങ്ങ അരച്ച മീൻകറി എങ്ങനെ വയ്ക്കും, ഇത് വയ്ക്കാൻ ഭയങ്കര പാടാണ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള കുട്ടികൾക്കാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സൂപ്പറാണ്. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ താളിച്ചിട്ട് നല്ല അടിപൊളി അത് രുചിച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ സാൽമൺ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മീനൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ വയ്ക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 ക്ലോവ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ സവാളയുടെ വളരെ ചെറിയ കഷ്ണവും പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇത് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി കനം കുറച്ചരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങയും 1 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആവശ്യം പുളിയാണ്. ഇത് നമ്മുടെ കൊടംപുളിയാണ്. ഞാൻ ഇവിടെ ഈ മീനിന് എടുത്തിരിക്കുന്നത് 2 അത്യാവശ്യം വലിയ ഇതള് കൊടംപുളിയാണ്. അത് ചെറുതായിട്ട് കീറി തിളച്ച വെള്ളത്തിലിട്ട് നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആ തക്കാളിയും കൂടെ നന്നായിട്ട് വെന്ത് നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ അരപ്പ് നമ്മുടെ അടുപ്പത്ത് കിടന്ന തക്കാളിയുടെയും എല്ലാത്തിനെയും കൂടി പിടിച്ച് നല്ല സെറ്റായി വരണം. സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇനി വേണ്ടത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പാണ്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പുളിയും വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനെയും കൂടി ഇട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻകറിക്ക് കുറച്ചും കൂടെ ചാറ് വേണം. അതിനുവേണ്ടി നമ്മളിനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിനി പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് തിളച്ച അല്ലെങ്കിൽ നന്നായിട്ട് ചൂട് ഉള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനുകൾ കുറേശ്ശെ വീതി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മീനൊക്കെ ഇടുമ്പോഴേ നമ്മുടെ അരപ്പ് ഇങ്ങനെ മുകളിലോട്ട് ചാടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ സമയത്ത് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. മുഖത്തേക്കൊന്നും തെറിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് അടുപ്പത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീനിനകത്ത് ആവശ്യത്തിന് വെള്ളവും അരപ്പും എല്ലാം ഇട്ട് ചുറ്റിച്ച് വെച്ച് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ പാകമാണോ, ഇനി ഉപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കറിയിൽ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോഴും ചാറുണ്ട്. നമുക്കിതിനെ ഒന്നും കൂടെ വറ്റിക്കണം. അപ്പോൾ വീണ്ടും ഇതിനെ ഒന്നും കൂടെ നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചാറെല്ലാം വറ്റി നമ്മുടെ ആ ഒരു അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഇതിനകത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പൊക്കെ ഇവിടെ നല്ല പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സെറ്റായി വന്ന ആ മീൻകറിയെ
നമുക്കൊന്ന് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് വറുത്തിടണം കേട്ടോ. അതിന് ഞാനൊരു ചെറിയ വറവിനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് പൊട്ടി വരുന്ന ഒരു സമയം വേണം കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളിയായിരുന്നേ, അതും ഇട്ട് കൊടുത്ത് അതിനെയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു കൈ നിറയെ നമ്മൾ കരിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കരിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എടുത്ത് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി ആ ഒരു മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരും മീൻകറി വെക്കാൻ അറിയില്ലെന്ന് പറയരുത്. ഇതുപോലെ മീൻകറി വെച്ചാൽ നമ്മുടെ നാടൻ ആ ഒരു നാടൻ രീതിയിലുള്ള തേങ്ങ അരച്ച മീൻകറി, ഈ ഒരു മീൻകറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൊട്ട ചോറ് കണ്ണു അടച്ചിരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഈ മീൻകറി നല്ല സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.